ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. സോ അതിനായിട്ട് ആകെ വേണ്ടത് A4 പേപ്പർ അല്ലെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഒരു കളർലെസ് ഓയിലും ആണ്. സോ അത് 6 മിനിറ്റ് വരെ ഉണ്ട് കേട്ടോ ഈ വീഡിയോ. ഞാൻ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, അതാണ് കേട്ടോ 6 മിനിറ്റൊക്കെ വന്നത്. സോ ആദ്യം തന്നെ ഒരു കളർലെസ് ഓയിൽ എടുക്കുക, എന്നിട്ടൊരു സ്പഞ്ച് എടുക്കുക, എന്നിട്ട് ഡാബ് ചെയ്തിട്ട് ഒന്ന് ഫുള്ളാക്കിയിട്ട് ട്രാൻസ്പെറൻ്റ് ആക്കണം. അപ്പോൾ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഈ ഒരു സ്റ്റിക്കി നോട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ആ എണ്ണ കൊണ്ട്. ഇതാക്കണ്ടില്ല, മറ്റേ പെട്ടീൻ്റെ മുകളിൽ എഴുതിയിരിക്കണൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണും. എന്നിട്ട് ഡ്രൈ ചെയ്തെടുത്ത് ഒന്നും കൂടി നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു A4 പേപ്പറിൽ ചെയ്യാമെന്ന്, പക്ഷേ കുറച്ചും കൂടി എണ്ണ എനിക്ക് ബാക്കി വന്നപ്പോൾ 2 എണ്ണത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറേ ഉണ്ട് ഇപ്പോൾ. സോ അങ്ങനെ 2 എണ്ണത്തിൽ ഞാൻ ഫുള്ള് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേന് കുറച്ചൊന്ന് കുറഞ്ഞു പോയി, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ലോണം ഉണക്കണം, അല്ലെങ്കിൽ ആ എണ്ണ ഫുള്ള് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യുമ്മലാവും. നല്ലോണം ഉണക്കണം. അതിന് നമുക്ക് ഇസ്തിരി ഇടാണ് കേട്ടോ ചെയ്യുക. സോ ഞാൻ ഒട്ടും ഡ്രൈ ആവാതെയാണ് ഇസ്തിരി ഇട്ടത്. ഈ തുണീൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് ഇസ്തിരി ഇടണം, അല്ലെങ്കിൽ ഇസ്തിരി അയൺ ബോക്സിന്മേലുള്ള കളറൊക്കെ ആവും. എന്നിട്ട് നല്ല രീതിയിൽ 2 A4 ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് എത്ര സൈസിനാണ് വേണ്ടത് അതേപോലെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ചെയ്തത് ഒന്നൊരു ചെറിയ സൈസും ഒന്നൊരു വലിയ സൈസുമാണ്. ആദ്യം വിചാരിച്ചു ഫുള്ള് വലുതാക്കി ചെയ്യാമെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു വല്ല ചെറുതായിട്ട് ചെയ്യാനോ ഒരു രസമാണല്ലോ, അപ്പോൾ ചെറുതായിട്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. മടക്കി കഴിഞ്ഞിട്ട് ഫുള്ള് കീറി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സൈസിന് തന്നെ അത് ആക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ കത്രിക കൊണ്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഈ നീളമുള്ള സ്റ്റീലിൻ്റെ സ്കെയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് ആക്കാം, അപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ 2 A4 എടുത്തുകൊണ്ട് എനിക്ക് 16 പേജസ് കിട്ടി ഗൈസ്. അതിൽ ഞാൻ 8 ആക്കി. വലുത് 8 എണ്ണം, പിന്നെ ചെറുത് ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുക്കുകയാണ്. അപ്പോൾ 16 കിട്ടും ചെറുത് കേട്ടോ. അതേപോലെ തന്നെ മറ്റേ പേപ്പറും ഇങ്ങനെ തന്നെ ആക്കുകയാണെങ്കിൽ ടോട്ടൽ 32 ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കിട്ടും. ഞാൻ ഫുള്ളായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പേപ്പർ ക്ലിപ്പ് എടുക്കുക, 2 സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക, ഫെവിക്കോൾ തേക്കുക, ഒട്ടിക്കുക.
ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫെവിക്കോൾ തേക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് കൊടുക്കുക, അതാണെങ്കിൽ സ്റ്റിക്കി ആവും. പക്ഷേ ഇത് സ്റ്റിക്കി ആവില്ല, ഈ ഒരു ബൈൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെല്ലോ ടേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പേപ്പറിൻ്റെ മുകളിലും കറക്റ്റ് സൈസിന് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക, എന്നിട്ട് ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ അത് ശരിയാവും കേട്ടോ. ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുക്കാം അങ്ങനത്തെ. എന്നിട്ട് 2 സൈസിനും കാർഡ്ബോർഡ് കട്ട് ചെയ്യുക, കവർ ചെയ്തെടുക്കുക, ഒട്ടിക്കുക. കഴിഞ്ഞു ഗൈസ്, നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കി നോട്ടാണ്. പക്ഷെ ഇത് 6 മിനിറ്റ് വരെ ആയിട്ടോ ഈ വീഡിയോ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കൂടുതലുള്ളത് തന്നെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ഒരു ഡയഗ്രാം അവിടെ ഉണ്ട്, കുഞ്ഞു ഡയഗ്രാമാണ്, വേറെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ എന്താ കൊളായെന്ന് വെച്ചാൽ അവിടെ ഒരു പീസ് പേപ്പർ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ശരിക്കും അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ചെറുതായിട്ടൊന്ന് കൊളായി. ആ മറ്റേ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ടാണെങ്കിൽ ഞാൻ ഫുൾ ഉപയോഗിച്ചും കഴിഞ്ഞു കേട്ടോ. അതാണ് അത് കീറിയപ്പോൾ കൊളായി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നൊരു പിങ്ക് ഹോട്ട് പിങ്ക് കളറിലും ഒന്നൊരു ഡാർക്ക് ബ്ലൂ കളറിലും ഉണ്ട് ഞാൻ കവർ ചെയ്തെടുത്തത്. സോ നല്ല രീതിയിൽ വർക്കായി ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.